ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം ആണ്. ജനുവരി 10 മുതൽ 15 വരെയുള്ള തീയതികളിലാണ് മകരവിളക്ക് മഹോത്സവം പൂർവാധികം ഭംഗിയായി ഈ വർഷം കൊണ്ടാടുന്നത്. ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് കീഴിലുള്ള കുടുംബയോഗങ്ങളുടെ നേതൃത്വത്തിലും 2 കുടുംബങ്ങൾ നൽകിയ തുക കൊണ്ടും ക്ഷേത്രത്തിന്റെ കമാനവും ക്ഷേത്ര ഗോപുരവും 15 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മാണം പൂർത്തിയായി. അതിന്റെ നിർമ്മാണ സമർപ്പണം ഈ വർഷത്തെ മകരവിളക്കിന്റെ ഒരു പ്രത്യേകതയാണ്. ആ സമർപ്പണം SNDP യോഗത്തിന്റെ ദേവസ്വം സെക്രട്ടറി ശ്രീ അരാക്കടി സന്തോഷ് സാറാണ് നിർവഹിക്കുന്നത്. യോഗത്തിൽ SNDP യോഗത്തിന്റെ ഇരട്ടി യൂണിയൻ പ്രസിഡന്റ് KV അജി, ഒരുപാട് SN കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ V അജിത തുടങ്ങിയ ആളുകൾ പങ്കെടുക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിന് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസവും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു. കലാപരിപാടികള് ഗാനമേള അടക്കമുള്ള കലാപരിപാടിയാണ് ഈ വർഷം അവതരിപ്പിക്കുന്നത്. മഴവിൽ മനോരമ ഫ്രെയിം അനുഗ്രഹ് നേതൃത്വം നൽകുന്ന പ്രശസ്തരായ ഗായകർ പങ്കെടുക്കുന്ന രാഗമാലിക ട്രൂപ്പ് കണ്ണൂരിന്റെയാണ് ഗാനമേള. അതോടൊപ്പം ത്രയംബക ഗ്രൂപ്പിന്റെ വായിത്താരിമേളം, അതേപോലെ തന്നെ കൈകൊട്ടിക്കളി, സംസ്ഥാന തലത്തിൽ കഥാപ്രസംഗത്തിൽ ഉന്നത വിജയം നേടിയ കാർത്തികൻ ഐക്കാടിന്റെ കഥാപ്രസംഗം, അനുമോദന സദസ്സ്, നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്ര പുരോഗതിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ആദരിക്കുന്നതോടൊപ്പം അന്നേ ദിവസം സംസ്ഥാന ദേശീയ തലത്തിൽ ഏറ്റവും ഉന്നത വിജയം നേടിയ ആളുകളെയും ആദരിക്കും. ആദരിക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിക്കുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശോഭ, SNDP യോഗത്തിന്റെ നേതാക്കന്മാർ, അതേപോലെ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ആ ചടങ്ങ് നടക്കുന്നത്. ആ ചടങ്ങിൽ SNDP യോഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് SNDP യോഗത്തിന്റെ ഇരട്ടി യൂണിയൻ സെക്രട്ടറി PN ബാബു മാസ്റ്റർ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാടിന്റെ ഉത്സവമാണ് നടക്കുന്നത്. 2013 അഷ്ടമംഗല പ്രശ്നം വെച്ച് ഷടാധാര പ്രതിഷ്ഠയോടുകൂടി നടത്തിയ വലിയ ക്ഷേത്രം ഈ നാടിന്റെ ഉയർച്ചയുടെ ഭാഗമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ഓരോ പരിപാടിയും ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രത്യേകത നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അന്നദാനം കൊടുക്കുക എന്നാണ് 2013 ശേഷം ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന പ്രധാന കാര്യം. വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് അന്നദാനം കൊടുക്കാൻ വേണ്ടി നാട്ടിലെ പ്രഗത്ഭരായ ആളുകള്, നാട്ടിലെ ഓരോ കുടുംബങ്ങളും ഒന്നായി കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 പ്രദേശ കനകരി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്ക് മുമ്പും പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷവും ക്ഷേത്രത്തിന്റെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ഘോഷയാത്രയാണ്. ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ കാഴ്ചക്കാരായി നിൽക്കുന്ന ഘോഷയാത്രയാണ്. 2 ദേശത്തു നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. പാറപ്പുറം ദേശത്തു നിന്നും വെളിമാനം ദേശത്തു നിന്നുമാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ആ ഘോഷയാത്ര ഒരുപാട് ഗുരുമന്ദിരത്തിൽ സംഗമിച്ച് ഗുരുമന്ദിരത്തിൽ നിന്ന് ആണ് ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത്.